ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പം ബിഗ് ബോസിൻ്റെ റിവ്യൂ കുറച്ച് നേരത്തെയാണ് കേട്ടോ. ഇന്നത്തെ ഞാൻ ട്രാവലിങ്ങിലാണ്, അപ്പം അതുകൊണ്ട് നേരത്തെ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ലൈവിൽ കുറച്ചധികം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്ന് ജാസ്മിനും രതീഷും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളതാണ്. അവർ ഭയങ്കര നല്ല സ്നേഹത്തിൽ മുൻപോട്ട് പോകുമായിരുന്നു. രതീഷിന് കുറച്ച് പബ്ലിക് സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് കിട്ടും എന്ന് ജാസ്മിന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രതീഷിൻ്റെ ഒരു ലെവലിലോട്ട് ജാസ്മിൻ വരുമായിരുന്നു ചെയ്തത്. പക്ഷേ ജാസ്മിൻ പൊതുവെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ രതീഷ് രാവിലെ കുറച്ച് റൂഡായിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കിയപ്പോൾ അത് ജാസ്മിന് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. ആളുടെ ഡബിൾ സ്റ്റാൻഡിനോട് നന്നായിട്ട് റിയാക്ട് ചെയ്തു. അപ്പം ജാസ്മിനുമായിട്ട് തന്നെയാണ് രാവിലെ ആദ്യം തല്ലുപിടിച്ചത് രതീഷ്. അത് കഴിഞ്ഞ് പുള്ളി ഒരു ഒറ്റപ്പെടലിലേക്കൊക്കെ ഇങ്ങനെ പോകാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പുള്ളി ശരിക്കും ആ ഒരു രീതിയിലോട്ട് മുൻപോട്ട് പോകാനാണ്, അതാണ് പുള്ളിയുടെ ഗെയിം പ്ലാൻ എന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ മാരാര്, സാബു അവരൊക്കെ ചെയ്തതുപോലെയുള്ളൊരു സ്ട്രാറ്റജിയാണ് രതീഷ് ഉപയോഗിക്കാൻ നോക്കുന്നത്. പക്ഷേ പബ്ലിക്കിൽ ഒട്ടും തന്നെ സപ്പോർട്ട് ഇല്ലാതെ മാത്രമല്ല, പുള്ളിക്ക് ഭയങ്കര നെഗറ്റീവ് കമൻസും വരുന്നുണ്ട്. നമ്മൾ ലൈവൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈവിൽ തന്നെ എല്ലാവരും പറയുന്നത് രതീഷിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല എന്നാണ്. ജെനുവിനായിട്ട് നിൽക്കുകയായിരുന്നുവെങ്കിൽ നല്ല കഴിവുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു. പക്ഷേ പുള്ളി ആരെയൊക്കെയോ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കൂടുതലും 8 മണിക്ക് ശേഷമാണ്, രാവിലെ 8 മണിക്ക് ശേഷമാണ് പുള്ളി വഴക്കുണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു സിജോ. പിന്നെ സിജോയും ഒട്ടും മോശമൊന്നുമല്ല, റോബിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിജോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് റോബിൻ്റെ ഒരു ലെവലിലേക്കൊക്കെ പോയി ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി ഒരു കലിപ്പൻ മോഡ് ക്രിയേറ്റ് ചെയ്യാനാണ് സിജോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതും വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് എന്ന് ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജാസ്മിൻ എന്താണെങ്കിലും ടോപ്പ് 5-ലെത്തും. കാരണം ജാസ്മിൻ സിജോയുടെ കാര്യങ്ങൾക്കൊന്നും വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. സിജോയുടെ സെക്കൻഡ് സ്റ്റാൻഡൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെറുതെ അങ്ങനെ നിൽക്കുന്ന അല്ലാതെ ഇന്ന് മുതൽ നല്ലൊരു എനർജറ്റിക്, എനിക്കൊന്ന് ഇന്ന് തൊട്ടാന്ന് തോന്നുന്നു പുള്ളിക്കാരത്തേക്ക് ആ ഒരു ഗെയിമിൻ്റെ ഒരു രീതി മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ അതിനനുസരിച്ച് മുൻപോട്ട് പോകാനായിട്ട് ജാസ്മിൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അൻസിബ ഭയങ്കര സൈലൻ്റ് ആണ് വീട്ടിൽ. അൻസിബയ്ക്ക് നിൽക്കണമെന്നേ ഇല്ലാന്ന് തോന്നുന്നു. ഒട്ടും തന്നെ നിൽക്കാൻ താല്പര്യമില്ലാത്ത പോലെയാണ് തോന്നുന്നത്. എന്താണോ ഈ ഗെയിം മനസ്സിലാവാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ താനൊരു സെലിബ്രിറ്റി ആണോ എന്നുള്ളൊരു മൈൻഡാണോ എന്നൊന്നും അറിയില്ല. അൻസിബയ്ക്ക് താല്പര്യമില്ലാത്തൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ ഇന്നത്തെ ദിവസം കളിച്ചു വന്ന ആൾ ശരണ്യയാണ്. ശരണ്യ കുറച്ചും കൂടി റിയാക്ട് ചെയ്യാനും ഒക്കെ തുടങ്ങി. അതുപോലെ തന്നെ ഋഷി, അപ്സര അവരൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും ഒന്നും ആക്റ്റീവ് ആവാതിരിക്കുന്ന കുറേ ആൾക്കാർ പിന്നെയും അവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ എന്താണെങ്കിലും കുറേ നാൾ നിൽക്കാൻ ചാൻസ് ഉള്ളൊരു മത്സരാർത്ഥിയാണ്. കാരണം അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ജാസ്മിന് തോന്നുന്നുമുണ്ട്. ജാസ്മിൻ അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് രീതിയിൽ ജാസ്മിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രീൻ സ്പേസ് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ജെനുവിനായിട്ട് തന്നെ പ്രസൻസിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അത് നല്ല ഒരു പ്ലെയറുടെ ലക്ഷണമായിട്ട് തോന്നുന്നു. ഫേക്ക് അല്ലാതെ തന്നെയാണ് ജാസ്മിൻ അവിടെ നിൽക്കുന്നത്. 100% ജാസ്മിൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ റിയാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് സംശയം തോന്നുന്നത് സിജോയോട് എന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളതുപോലെ, ചിലപ്പം ജാസ്മിൻ്റെ റിയാക്ഷൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും. അപ്പം സിജോയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ജാസ്മിൻ കുറേ വട്ടം. സിജോയെ വലിയ മൈൻഡ് ചെയ്യുന്നില്ല. സിജോയുടെ ഗെയിം പ്ലാനൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രതികാരം പോലെ സിജോയോട് ഇടപെടുന്ന പോലെ തോന്നി. അതൊരു നല്ല കാര്യമല്ല. ഒരു ഗെയിമിൽ വരുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ ജാസ്മിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്.
എന്തായാലും ഓവറോൾ ഇന്നത്തെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിനാണ് സ്റ്റാർ ഓഫ് ദി ഡേ. നന്നായിട്ട് തന്നെ ജാസ്മിൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഋഷി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ശരണ്യ, ഞാൻ പ്രതീക്ഷിച്ച ആളുകൾ കുറച്ചും കൂടി ആക്റ്റീവ് ആവാനുണ്ടായിരുന്നു. ശ്രീതു ഒക്കെ കുറച്ചും കൂടി നല്ലതായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട്. പക്ഷെ അവർ വെറുതെ കയറി ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നൊന്നുമില്ല. എന്നാൽ വളരെ ജെന്യുവൻ ആയിട്ട് തന്നെയാണ് ശ്രീതുവും കളിക്കുന്നത്. ശ്രീതുവും നല്ലൊരു രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ.